വിശദമായി നോക്കാം. സ്ത്രീകളെ സൈക്ലിംഗിൽ സാക്ഷരരാക്കി ബൈക്സ് ഇന്ത്യ ഫൗണ്ടേഷൻ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 28 വനിതകളാണ് സൗജന്യമായി സൈക്കിൾ ചവിട്ടാൻ പരിശീലിച്ചത്. സുൽത്താൻ ബത്തേരി YMCA, വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെ ബത്തേരി WMO സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമായിരുന്നു പഠനം. ഏതെങ്കിലും വാഹനം ഓടിക്കാൻ പഠിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇതിന്റെ ബാലപാഠം ആരംഭിക്കുന്നത് സൈക്ലിംഗ് പരിശീലിച്ചുകൊണ്ടാണ്. ഇത് പഠിക്കുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റു വാഹനങ്ങൾ ഓടിക്കാൻ തനിക്കുമാകുമെന്ന വിശ്വാസം കൈവരികയും ചെയ്യും. ഇത്തരത്തിൽ 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ സ്ത്രീകളിൽ 50% പേർക്കും സൈക്ലിംഗിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബൈക്സ് ഇന്ത്യ ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് സുൽത്താൻ ബത്തേരിയിലും സ്ത്രീകൾക്ക് സൗജന്യമായി സൈക്ലിംഗിൽ പരിശീലനം നൽകിയത്. എന്തായാലും 4 ദിവസം കൊണ്ട് ഇവർക്കൊക്കെ ഇവരുടെ ഇത്രയും ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടിട്ടാണ് ഇത് പെട്ടെന്ന് സാധിക്കുന്നത്. കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. എന്തായാലും പിടിച്ചു കൊടുത്തൊന്നുമല്ല, അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു കൊടുത്ത് അവരെ ഇതേ രീതിയിലാക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. അതുപോലെ വിനയ മാഡത്തിനും രാജൻ സാറിനും ബാക്കിയുള്ള എല്ലാവർക്കും അതിൻ്റെ നന്ദി പറയുന്നു. ഷീ സൈക്ലിംഗ് കേരളത്തിൽ മുഴുവൻ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 5ാമത്തെ ജില്ലയാണ്. എന്തായാലും 5 ദിവസം കൊണ്ട് 28 പേരാണ് സൈക്ലിംഗ് പഠിച്ചത്. ആരുടെയും സഹായമില്ലാതെയാണ് സ്ത്രീകൾ സൈക്ലിംഗ് പരിശീലിച്ചത്. അതിനാൽ തന്നെ ആത്മവിശ്വാസം കൂടിയതായി എല്ലാവരും പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ സൈക്ലിംഗ് പഠിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അന്നൊക്കെ ഇങ്ങനെ ഈ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇവിടുന്ന് വന്നേരെ നമ്മൾ സ്വന്തമായിട്ടാണ് പഠിച്ചത്. ഇവർ ജസ്റ്റ് പറഞ്ഞു തരുള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര കോൺഫിഡൻ്റായി കുറച്ചൊന്ന് ചവിട്ടാൻ പറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വേഗം പഠിക്കാൻ പറ്റി. പലരും മുൻപ് പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. എന്നാൽ ഇപ്പോൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും ഇവർക്കുണ്ട്. എനിക്ക് ആദ്യം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് കാലുവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെ തെറിച്ച് വീണു. അപ്പോൾ കാലുവേദനയായിട്ട് ഞാൻ നിർത്തി. ഇപ്പോൾ പഠിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ MS സീനത്ത്, പ്രകാശൻ P ഗോപിനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്ലിംഗ് പരിശീലനം നൽകിയത്. ഷീ സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് സൈക്കിൾ പഠിക്കാൻ കിട്ടിയതിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. സീനത്ത് മാഡം ഞങ്ങളെ ഫുൾ കെയർ ചെയ്തിട്ട് പഠിപ്പിച്ചു തന്നു. പഠിക്കില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ, എന്നാലും പഠിച്ചു. അവസാന നിമിഷത്തിൽ പഠിച്ചു. രാജസാറും സന്തോഷ് സാറും വിനയ മാഡം എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഇതിനോടകം ഷീ സൈക്ലിംഗിന്റെ ഭാഗമായി വയനാടിനു പുറമെ സംസ്ഥാനത്ത് എറണാകുളം, ഉദയംപേരൂർ, മൂഴിക്കുളം ശാല, പറവൂർ, കോട്ടയം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലടക്കം 500-ലേറെ പേർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു. ബത്തേരിയിൽ WMO സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമാണ് പരിശീലനം നൽകിയത്. ബത്തേരി YMCAയും വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശീലനം. ന്യൂസ് 18 വയനാട്. ഇടുക്കി പീരുമേട്ടിൽ അടഞ്ഞുകിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് 2000 രൂപ വീതം ഉത്സവ ഭത്ത നൽകാൻ സർക്കാർ ഉത്തരവ്. ഇത്തവണ ഓണക്കാലത്ത് ഉത്സവ ഭത്ത നൽകാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കടക്കം ഓണത്തിന് ഉത്സവ ഭത്ത നൽകാൻ തുക സർക്കാർ നീക്കിവച്ചിരുന്നു. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഉത്സവ ഭത്ത നൽകുമെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഉത്തരവായിരുന്നില്ല. പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ 2268 തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് സർക്കാർ ഉത്തരവ്. ഓരോ തൊഴിലാളിക്കും 2000 രൂപ വീതം ഉത്സവ ഭത്ത കിട്ടുമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. കഴിഞ്ഞ ഓണക്കാലത്ത് നൽകേണ്ടിയിരുന്ന ഉത്സവ ഭത്ത ചില സാങ്കേതിക കാരണങ്ങളാൽ നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല. ആ സന്ദർഭത്തിൽ ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലേബർ കമ്മീഷണറായി വന്ന പുതിയ ആൾ വസ്തുത മനസ്സിലാക്കാതെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഈ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇക്കാര്യം AITUC CITU നേതാക്കളും ഞാനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും തൊഴിൽ വകുപ്പ് മന്ത്രിയെയും കണ്ട് നിവേദനങ്ങൾ നൽകുകയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എല്ലാ തൊഴിലാളികൾക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് 2000 രൂപ വീതം നൽകുവാൻ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പീരുമേട് താലൂക്കിലെ പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റ്, MMJ പ്ലാന്റേഷനിലെ കോട്ടമല, ബോണാമി എസ്റ്റേറ്റ്, തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റ് എന്നിവയാണ് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നത്.
2001 മുതൽ എല്ലാ വർഷവും കിട്ടിയിരുന്ന ഓണം ഉത്സവ ബത്ത ഈ വർഷമാണ് മുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. 5 പഞ്ചായത്തിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രം. മലയോര മേഖലയായ കിനാനൂർ, കരിന്തളം, ബളാൽ, വെസ്റ്റ് എളേരി, കയ്യൂർ, ചീമേനി പഞ്ചായത്തുകൾക്കായുള്ള ഒരേയൊരു ആശുപത്രിയാണിത്. ദിവസേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾ പലർക്കും യഥാസമയം മറ്റ് ആശുപത്രികളിൽ എത്തിച്ചേരാൻ സാധിക്കാറില്ല. ആംബുലൻസ് ഇല്ലാത്തത് കാരണം വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. കാഞ്ഞങ്ങാട്ടേക്കും കാസർകോട്ടേക്കും മംഗലാപുരത്തേക്കും ഉൾപ്പെടെ പോകേണ്ടി വരുന്ന രോഗികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് വേണമെന്ന ആവശ്യത്തിന് ആശുപത്രിയോളം പഴക്കമുണ്ട്. നാട്ടുകാർ ഇക്കാര്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആംബുലൻസ് ആണ്. കാരണം മലയോര മേഖലയിലുള്ള രോഗികളെ കൊണ്ടുവരാൻ, ഇവിടെ നിന്ന് അടിയന്തര ചികിത്സ ആവശ്യം വന്നാൽ റെഫർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ ഒക്കെ ഏറ്റവും അത്യാവശ്യമായ ഒരാവശ്യമാണ് ആംബുലൻസ് എന്നുള്ളത്. അതുകൊണ്ട് കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തീർച്ചയായും ആംബുലൻസ് അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഇല്ലാത്തത് സർക്കാർ ആശുപത്രികളിൽ മികച്ച സൗകര്യങ്ങളാണെന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിട്ടും കരിന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളുടെ സൗകര്യാർത്ഥം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. സന്നദ്ധ സംഘടനയായ ചർക്കയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥി അജ്മലിന് ഇലക്ട്രിക് വീൽ ചെയർ നൽകി. പ്രിൻസിപ്പൽ CD ദിലീപ് അജ്മലിന് ചക്രകസേര കൈമാറി. ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന ചർക്കയാണ് പട്ടാമ്പി സംസ്കൃത കോളേജിലെ ഇക്കണോമിക്സ് 1ാം വർഷ PG വിദ്യാർത്ഥിയായ അജ്മലിന് ഇലക്ട്രിക് വീൽ ചെയർ നൽകിയത്. കോളേജ് യൂണിയൻ ചെയർമാൻ സഹൽ അഴകന്റെയും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കറിന്റെയും ഇടപെടലിനെ തുടർന്നാണ് നടപടി. പ്രിൻസിപ്പൽ DD ദിലീപ് അജ്മലിന് ചക്രകസേര കൈമാറി. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അടക്കമുള്ളവർ പങ്കെടുത്തു. 21ാമത്തെ ഇലക്ട്രിക് വീൽ ചെയറാണ് ചർക്കയുടെ നേതൃത്വത്തിൽ കൈമാറുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് കപ്പൂർ കാഞ്ഞിരത്താണിയിൽ മണ്ണ് കയറ്റിയ ലോറി വീട്ടുപറമ്പിലേക്ക് തലകീഴായി മറിഞ്ഞ സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ജിയോളജി വകുപ്പിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രദേശത്തെ കുന്നിടിക്കലിനെതിരെ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്നതിനിടെ ടോറസ് വാഹനം മറിഞ്ഞത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് കപ്പൂർ കാഞ്ഞിരത്താണിയിൽ വീട്ടുപറമ്പിലേക്ക് ടോറസ് ലോറി തലകീഴായി മറിഞ്ഞത്. ഹൈവേ നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്ന ടോറസ് വാഹനം 10 അടിയോളം താഴ്ചയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. പ്രദേശത്ത് കുന്നിടിക്കലിനെതിരെ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്ന സമയത്താണ് ലോറി മറിഞ്ഞത്. ഇതോടെ പ്രതിഷേധം ശക്തമായി. കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി മേഖലയിൽ നിരവധി കുന്നുകളാണ് ഹൈവേ നിർമ്മാണത്തിന് മണ്ണെടുക്കാൻ ഇടിച്ചു നിരത്തുന്നത്. സമയക്രമം പാലിക്കാതെയും അമിതഭാരം കയറ്റിയും വാഹനങ്ങൾ പോകുന്നത് മൂലം മാസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത റോഡാകെ തകർന്നടിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ ഇരുഭാഗങ്ങളും ഇടിഞ്ഞത് വീടുകൾക്കും വലിയ ഭീഷണിയാണ്. ഇതിലും വലിയ അപകടങ്ങൾ, ഇതിൽ 2-3 ആക്സിഡന്റുകൾ കഴിഞ്ഞ് ഇന്നും നടക്കാൻ വയ്യാത്ത ജനങ്ങൾ ഇതാ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് പറയാണ്, ഈ മണ്ണാടി റോഡ് ഈ നാട്ടിൽ പാടില്ല. അത് നിങ്ങൾ വേണ്ടപ്പെട്ട ഒരു പരിഹാരം കാണണം. അപകടത്തിൽപ്പെട്ട ടോറസ് വാഹനം കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ ചോദ്യം, ഇവിടെ കളക്ടർ വരണം. കളക്ടർ വന്ന് ഞങ്ങളുടെ ഗ്രാമം സന്ദർശിക്കണം. എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതമെന്ന് നേരിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ജീവന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു, വില്ലേജിൽ കൊടുത്തു, പോലീസിൽ കൊടുത്തു, ഒന്നിനും ഒരു മറുപടി ഇല്ല. ജനങ്ങൾക്കൊരു പിന്തുണയും തരുന്നില്ല. പ്രശ്നത്തിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ മണ്ണുമായി പോകുന്ന വാഹനങ്ങൾ തടയാനാണ് നാട്ടുകാരുടെ തീരുമാനം. സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിന് നിർദ്ദേശവും നൽകി. ന്യൂസ് 18 പട്ടാമ്പി. കാർഷിക കേരളം. ഇടുക്കിയുടെ മലയോര മണ്ണിൽ നെൽകൃഷി നാമമാത്രമാകുമ്പോൾ നെൽകൃഷി നിലനിർത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് കൊന്നത്തടിയിലെ ഒരു കൂട്ടം കർഷകർ. കൊന്നത്തടി സൗപർണിക കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ 2.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ശല്യവുമൊക്കെ നെൽകൃഷിയിൽ നിന്ന് പിന്തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുകയാണ്.
ജോലിക്കൂലിയും കൃഷിയുടെ മറ്റു ചെലവുകളും ഇരട്ടിയിലധികം കൂടി. കൃഷി ലാഭകരമല്ലെന്ന് കാട്ടി പലരും മറ്റു തൊഴിലുകൾ തേടുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തരാകുകയാണ് കൊന്നത്തടിയിലെ കർഷകർ. സൗപർണിക കൃഷി കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു. 2.5 ഏക്കറിലാണ് സംഘം കൃഷി ഇറക്കിയത്. നല്ല വിളവ് കിട്ടി. ഇതോടെ കർഷകർ ആവേശത്തിലായി. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നിർവഹിച്ചു. സൗപർണിക പുരുഷ സ്വയം സഹായ സംഘം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പാട്ടത്തിനെടുത്തുകൊണ്ട് 2 ഏക്കർ നിലം അവിടെ വീണ്ടും കൃഷി ഇറക്കി നല്ല രീതിയിൽ ഇതിന്റെ വിത്ത് നട്ടതും നമ്മൾ തന്നെയാണ്, ഇപ്പോൾ കൊയ്യുന്നതും നമ്മളൊക്കെ ഇവിടെ തന്നെയാണ്. വലിയ അഭിമാനമുണ്ട് കാര്യത്തിലേക്ക്. കൊന്നത്തടി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം CK ജയൻ, കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD, സംഘം പ്രസിഡന്റ് AK ശശി, സെക്രട്ടറി രവി നായോട്ടുപാറ, കോർഡിനേറ്റർ TM സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സഹപ്രവർത്തകര് എല്ലാവരും ചേർന്ന് നടത്തിയ ഈ കൃഷി വളരെയേറെ വിജയത്തിലേക്ക് എത്തി. അടുത്ത കൃഷിയും നമ്മൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് നാട്. വിവിധയിടങ്ങളിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. വിദേശികൾ അടക്കമുള്ളവർ ആഘോഷത്തിൽ പങ്കാളികളാകാൻ എത്തിത്തുടങ്ങി. മാഞ്ചസ്റ്ററിൽ നിന്നുള്ള 77-കാരൻ പീറ്ററും 70-കാരി കാതറിനും ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. 20 വർഷമായി ഇവരുടെ പുതുവർഷാഘോഷം കോവളത്താണ്. Christmas is good here in Kerala. We have been now coming for 20 years and we enjoy the Christmas festivities here in Kerala. On Christmas Day, the beach is very, very full with lots of people from Visinjam laughing, yes, music, dancing. It's very good. ക്രിസ്മസിന് ഇവർ പുൽക്കൂടൊരുക്കുകയും താമസിക്കുന്ന ഹോം സ്റ്റേ അലങ്കരിക്കുകയും ചെയ്തു. ഇനി ന്യൂ ഇയറിനുള്ള കാത്തിരിപ്പിലാണ് ഇവർ. I like to be able to have few words in the country I go to, so I can communicate. So nanny, good morning, say thank you, please, good morning. സ്ഥിരമായി കേരളത്തിൽ എത്തുന്നത് മൂലം ചില മലയാളം വാക്കുകളും ഇവർക്കറിയാം. Namaskaram, Paramasukam, Nalakana, Matanala, Tingle, Jawa, Budden, Verum, Veli, Shani, and Naya. Yeah. So, yes. ഈ നാടും നാട്ടുകാരും നൽകുന്ന സ്നേഹമാണ് മുടങ്ങാതെ ഈ വരവിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 കോവളം. കാസർഗോഡ് കഞ്ചിക്കട്ട പുഴ നാശത്തിന്റെ വക്കിൽ. കർഷകരുടെ പ്രധാന ജലസ്രോതസ്സായ പുഴയിൽ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. മണ്ണും ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി കഞ്ചിക്കട്ട പുഴയും അനുബന്ധ തോടുകളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അർത്തിഞ്ച മുതൽ കഞ്ചിക്കട്ട പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായി മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്രദേശത്തെ കർഷകരുടെ പ്രധാന ജലസ്രോതസ്സാണ് കഞ്ചിക്കട്ട പുഴ. മുൻകാലങ്ങളിൽ വേനൽ അവസാനം വരെ യഥേഷ്ടം വെള്ളം കിട്ടിയിരുന്നിടത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജനുവരി തുടക്കത്തിൽ തന്നെ തോടുകൾ വരണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. കൊടിയമ്മ, കോട്ടക്കാർ, താഴെക്കൊടിയമ്മ, കുണ്ടാപ്പുവയൽ, ആരിക്കാടിപ്പുജൂർ, മളി എന്നിവിടങ്ങളിലെ കർഷകരാണ് ഈ ജലസ്രോതസ്സിനെ ആശ്രയിക്കുന്നത്. തോടിന്റെ വശങ്ങളിൽ കാടുകൾ വളർന്ന് മഴക്കാലങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെടാനും സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്കും കാരണമായി. തോടും പുഴയും നിവർന്നത് കാരണം വെള്ളം കയറുന്നത് പതിവായതോടെ 100 കണക്കിന് ഹെക്ടർ പാടത്തെ നെൽകൃഷിയെയും ബാധിച്ചു. കുമ്പള പഞ്ചായത്തിലെ നെല്ലറയായ ഈ പ്രദേശം വർഷങ്ങളായി തരിച്ചു കിടക്കുകയാണ്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ശുചീകരണ പ്രവർത്തികൾ നടത്തി ആഴം വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നമ്മുടെ ഈ കഞ്ചിക്കട്ട പുഴ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് ഈ പുഴയുടെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. എത്രയോ വർഷമായി ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഈ വിഷയം ഇവിടുത്തെ കൃഷിക്കാരും മറ്റും അവതരിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പുഴയുടെ കൈവരി തോടുകളിലും വശങ്ങളിൽ വലിയ വലിയ മരങ്ങൾ വളർന്നിട്ട് ഈ വെള്ളം ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. 2 മീറ്ററോളം ആഴം വർദ്ധിപ്പിക്കാനായാൽ സമീപ പ്രദേശങ്ങളിലെ കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പുഴയ്ക്ക് കുറുകെയുള്ള VCB ബ്രിഡ്ജ് കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. ശിവഗിരി മഠത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച കൂറ്റൻ കേക്ക് ശ്രദ്ധേയമായി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ബേക്കറിയാണ് ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ മാതൃകയിൽ കേക്ക് നിർമ്മിച്ചത്. വ്യത്യസ്ത കേക്കുകളുടെ ആവിഷ്കാരം മോഡേൺ ബേക്കറിയുടെ പതിവ് രീതിയാണ്. കോവിഡ് കാലം ഒഴിച്ചാൽ 2 പതിറ്റാണ്ടായി വ്യത്യസ്ത രീതിയിലുള്ള കേക്കുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ കേരള ഹൈക്കോടതി, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, നിയമസഭാ മന്ദിരം, താജ്മഹൽ,
തമ്പാനൂർ ബസ് ടെർമിനൽ എന്നിവയുടെ മാതൃകയിലും കേക്കുകൾ നിർമ്മിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു. ശിവഗിരി മഠത്തിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ച കേക്ക് കൗതുകമാണ്. കേക്കിന്റെ മധ്യഭാഗത്തായി ശ്രീനാരായണ ഗുരുവിന്റെ രൂപമുണ്ട്. 5 അടി നീളത്തിലും 5 അടി വീതിയിലും 9 അടി ഉയരത്തിലുമാണ് പൂർണ്ണമായും ഐസിംഗ് ഷുഗറിലുള്ള ഈ കേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 15 ദിവസം കൊണ്ടാണ് കേക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ് സ്വദേശിയായ CV ബാബുവിന്റെ നേതൃത്വത്തിലാണ് ശിവഗിരി മഠത്തിന്റെ തനത് രൂപം കേക്കിൽ നിർമ്മിച്ചത്. ബാബുരാജ് തലശ്ശേരി, ആനന്ദ് തേനി, ഷൈജു കണ്ണൂർ, സുരേഷ് പാലക്കാട് എന്നിവരും ബാബുവിന് കൂട്ടായി. കേക്കു കാണാൻ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. NCC ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് കുളത്തൂപ്പുഴ അരിപ്പയിൽ തുടരുന്നു. 9 കേരള ബറ്റാലിയൻ NCC കൊട്ടാരക്കയുടെ നേതൃത്വത്തിലാണ് ട്രക്കിംഗ് ക്യാമ്പ്. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് പുറമെ ഒഡീഷ, ഉത്തർപ്രദേശ്, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 510 കേഡറ്റുകൾക്ക് പുറമെ 15 അസോസിയേറ്റ് NCC ഓഫീസർമാരും 50ഓളം ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തിയിട്ടുണ്ട്. 4 വിവിധ വനപാതകളിലൂടെയുള്ള ട്രക്കിംഗ്, തെന്മല ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. പ്രകൃതിയെ സംരക്ഷിക്കുക, വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേഡറ്റുകളെ ബോധവൽക്കരിക്കാനും ക്യാമ്പ് ലക്ഷ്യമിടുന്നു. तो ये सबको मतलब सब हार्ड में जाएंगे, शॉर्ट में जाएंगे। तो आप ये सोचेंगे कभी जाएंगे यार भाई मैं इसमें जा रहा हूँ, शॉर्ट में मतलब पूरा तो ऐसे लग रहा है जैसे नॉर्मल रूम में चलता है। नहीं, जहाँ पे जो मुझे लिविंग मिली हुई है वो काफ़ी बेहतर और अच्छी सुविधाएं यहाँ पे हैं। और जो हम यहाँ पे जैसे आज ओपनिंग एड्रेस था हम लोग का, कर्नल साहब आए, हम लोग को बहुत अच्छे समझाया. നമുക്ക് പറ്റിയൊരു ഏരിയയും കൂടാണ്. ഒരു കുറേ കാടുകൾക്കിടയിൽ ഉള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മൾ മെന്റലി ഒക്കെ ഭയങ്കര പ്രിപ്പയർഡായി വരുന്നു. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ KS വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ ഹരിപ്പ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബേസ് ക്യാമ്പ് പ്രവർത്തിച്ചു വരുന്നു. ക്യാമ്പ് ഡിസംബർ 30 സമാപിക്കും. ന്യൂസ് 18 കുളത്തൂപ്പുഴ. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. തിരക്കേറിയ മണ്ഡലകാലത്തിന് ശേഷം മകരവിളക്ക് സീസൺ തുടങ്ങാനിരിക്കെ ദേവസ്വം ബോർഡിന് മുൻപിൽ വെല്ലുവിളികൾ നിരവധിയാണ്. പമ്പയിൽ ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദം കിട്ടിയാൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ശബരിപാതയിൽ കുടിവെള്ളം പോലും കിട്ടാത്ത പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തണം. മുൻ വർഷങ്ങളെക്കാൾ തീർത്ഥാടകർ സന്നിധാനത്തെത്തിയ മണ്ഡലകാലമാണ് ഇത്തവണത്തേത്. പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞപ്പോൾ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പലയിടങ്ങളിൽ പലവട്ടം പിടിച്ചിടേണ്ടി വന്നു. പമ്പ മുതൽ സന്നിധാനം വരെ 20 മണിക്കൂറോളം വരി നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തിയത്. പലപ്പോഴും കുടിവെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാർ ദുരിതത്തിലായി. പോലീസ് നിയന്ത്രണങ്ങളെല്ലാം പാളിപ്പോകുന്ന നില പലവട്ടം വന്നു. അപകടങ്ങൾ വഴിമാറിയത് തലനാരിഴയ്ക്ക്. മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുവെന്നും ദേവസ്വത്തിനും സർക്കാരിനുമെല്ലാം പരിമിതികളുണ്ട് എന്നും മന്ത്രി തന്നെ പറയുന്നു. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ദേവസ്വം അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച നടത്തിയിട്ടുണ്ട്. അയ്യപ്പ സേവാ സംഘം പോലെ മുൻ വർഷങ്ങളിൽ സന്നിധാനത്ത് മികച്ച സേവനം നൽകിയവരെ കോടതി വിധിയുടെ കാരണം പറഞ്ഞ് അകറ്റി നിർത്തിയതിന്റെ പ്രശ്നങ്ങളാണ് പലതുമെന്ന ആക്ഷേപവും ശക്തമാണ്. കുടിവെള്ള വിതരണം മുതൽ കുഴഞ്ഞു വീഴുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വരെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. അവർക്ക് പകരം ഈ സേവനം നൽകുന്നതിൽ ദേവസ്വം ബോർഡിന് സാധിച്ചതുമില്ല. ഇനി കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തെത്തുന്ന മകരവിളക്ക് കാലം. പമ്പയിലെ പാർക്കിംഗിൽ കോടതി അനുകൂല നിലപാടെടുത്താൽ ദേവസ്വം ബോർഡിന് അത് വലിയ ആശ്വാസമാകും. ഒപ്പം കുടിവെള്ളം, ലഘുഭക്ഷണ വിതരണം മുതൽ അടിയന്തര സേവനങ്ങൾ വരെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട്. മണ്ഡലകാലത്തേക്കാൾ തീർത്ഥാടകരെത്തിയാൽ അത് ഇരട്ടി വെല്ലുവിളിയാകും. അഭൂതപൂർവമായ തിരക്കനുഭവപ്പെട്ട ദിവസങ്ങളിലെല്ലാം
സന്നിധാനത്തെത്തിയ തീർത്ഥാടകർക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. മുന്നൊരുക്കങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ പറയാതെ പറയുമ്പോൾ മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുൻപ് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സന്നിധാനത്ത് നിന്നും KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പൂരവും പുലികളിയും ആവേശം തീർക്കുന്ന തൃശൂരിൽ നൃത്തം ചവിട്ടി ക്രിസ്മസ് പാപ്പാമാർ. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി പതിവ് തെറ്റിക്കാതെ ബോൺ നത്താലെ ആഘോഷമാക്കി. പൂരവഴികളിൽ ക്രിസ്മസ് പാപ്പാമാർ സംഗമിച്ചു. ആയിരക്കണക്കിന് പാപ്പാമാർ, മാലാഖമാർ, പ്രച്ഛന്ന വേഷങ്ങൾ, ഫ്ലോട്ടുകൾ, ചുവന്ന വസ്ത്രമണിഞ്ഞ തൂവള്ളത്താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും പാപ്പാമാർ നീങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോൺ നതാലയുടെ 10ാം പതിപ്പും കാഴ്ചയുടെ പുതുവസന്തം തീർത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത്. 20ഓളം ഫ്ലോട്ടുകളും അകമ്പടിയായി. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ MK വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വീൽചെയർ പാപ്പാമാർ, റോളർ സ്കേറ്റിംഗ് പാപ്പാമാർ ഇവരെല്ലാം ഘോഷയാത്രയിൽ അണിചേർന്നതോടെ സ്വരാജ് റൗണ്ട് ചെങ്കടലായി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. ബോൺ നടത്താലെ ആഘോഷത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേക പെട്രോളിംഗും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി. ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാനെത്തിയ മഴമരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. $75,000 ബൾബുകളുള്ള 1500 സീരിയൽ ലൈറ്റുകളും 150 നക്ഷത്രങ്ങളും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ മഴമരം കാണാൻ വിദേശികളടക്കം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. യുണൈറ്റഡ് ക്ലബിൻ്റെ 100-ലധികം യുവാക്കൾ ചേർന്നാണ് മഴമരത്തെ അണിയിച്ചൊരുക്കിയത്. കൊച്ചി കാർണിവലിനെത്തുന്നവർക്ക് ഇതൊരു നവ്യ അനുഭവമാകും. ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല വൈബായിട്ടുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ചെറുപ്പം പോലെ 10-20 കൊല്ലത്തിന് മേലായി ഞാൻ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പരിപാടിയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം എല്ലാ കൊല്ലത്തിലും ആൾക്കാർ കൂടുതലാണ്. എല്ലാ കൊല്ലം 3 ലക്ഷം ആണെങ്കിൽ ഈ കൊല്ലം 9 ലക്ഷമാണ്. പ്രതീക്ഷയുടെ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ ആഘോഷരാത്രിക്കായി കാത്തിരിക്കുകയാണ് കൊച്ചിക്കാർ. പുതുവർഷ പുലരിയിൽ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് കാർണിവൽ അവസാനിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും, സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങളുടെ നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കടലും തിരയും കഥ പറയുന്ന വർക്കല, കളരിയുടെ മണ്ണ്,
തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന്, മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. കേരളം കാത്തിരുന്ന വൻ പോരാട്ടങ്ങൾ ഇനി ന്യൂസ് 18-ൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീമിന്റെ പോരാട്ടം. 3 തവണ പടിക്കലെത്തി കാലമുടച്ചതാ. പക്ഷെ ഇത്തവണ ആ കപ്പ് ഇവാനാശൻ സംഘവും ഇഞ്ഞു പൊക്കും. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ സ്റ്റേഡിയം മഞ്ഞക്കടലാകുമ്പോൾ ആ മഞ്ഞക്കടലിരമ്പം ഇനി ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്. മഞ്ഞപ്പടയുടെ എല്ലാ മത്സരങ്ങളും ആവേശം ഒട്ടും ചോരാതെ ഇനി മുതൽ തത്സമയം ഫുൾ മാച്ച് ലൈവ് ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്. ജോയിൻ us. ഈ പരിപാടി നിങ്ങൾ